സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ 3 കാർഡ് നമ്മൾ നോക്കുന്നത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന കാര്യങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റിസോണേറ്റ് ആവണം എന്നില്ല. റിസോണേറ്റ് ആയിട്ടുള്ളവർ മാത്രം ഇതെടുക്കുക. ആദ്യത്തെ കാർഡ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാർഡ് പ്രസന്റ് ആയിട്ട്, മൂന്നാമത്തെ കാർഡ് നമ്മൾ ഫ്യൂച്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻഡിക്കിൾസ് ആണ്. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ്, മൂന്നാമത്തെ കാർഡ് 6 ഓഫ് കപ്സ്. നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് വന്നിട്ട് പെൻഡിക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ ഒരു ട്രെയിനി എന്നുള്ള നിലയിൽ നിന്ന് ഒരു മാസ്റ്റർ എന്ന, അതായത് ഒരു വിദ്യ, പഠിച്ചിരിക്കുന്ന വിദ്യ അല്ലെങ്കിൽ തൊഴിൽ, അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പാകത്തിൽ നിങ്ങൾ വളർന്നിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു ധനസമ്പാദനത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരും. ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണർ, ഒരു ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ആയിരിക്കാം, ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രണ്ട് ആയിരിക്കാം. ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുന്നത്. അവരുമൊത്തുള്ളൊരു ജീവിതം നിങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതമായിരിക്കും, സന്തോഷ നിമിഷങ്ങളൊക്കെ സമ്മാനിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ കാലത്തിലെ കർമ്മങ്ങൾ, ആ കർമ്മത്തിൻ്റെ ഫലം നിങ്ങളുടെ ഇപ്പോൾ മുന്നോട്ടുള്ള ഒരു സമയത്തിലേക്ക് അതിൻ്റെ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലങ്ങൾ വരും. നിങ്ങളുടെ കർമ്മഫലം എന്ന് പറയുന്നത് നല്ല കർമ്മമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ഗുണങ്ങൾ അനുഭവിക്കാനും, നിങ്ങളുടെ കയ്യിൽ നിന്ന് മോശമായിട്ടുള്ള കർമ്മമാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നുള്ള സംഘർഷങ്ങളും ഒക്കെ സംഭവിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ബ്രേക്കപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളൊക്കെ ആണെങ്കിൽ അതിൽ നിങ്ങളുടെ എക്സ് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഒക്കെ അവർ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയും കാണുന്നു. ഇനി കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിട്ടുള്ള ദമ്പതികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളൊരു സന്തോഷ വാർത്ത കേൾക്കാനുള്ളൊരു യോഗം കാണുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തലോലിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ഇന്നത്തെ കാർഡ് റീഡിംഗ് ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.